الله أكبر الله أكبر الله أكبر لا إله إلا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സൂറ ഹുജറാത്തിലെ രണ്ടാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ ഉപരി നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, പ്രവാചകനോടുള്ള സംഭാഷണത്തിൽ വാക്കുകൾ നിങ്ങൾ ഉച്ചത്തിലാക്കുകയും അരുത്. കജഹരി ബഅദികും ലിബഅദ്, നിങ്ങളിൽ ചിലരോട് സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ പ്രവാചകനോടുള്ള സംസാരത്തിൽ നിങ്ങളാക്കരുത്. ഇങ്ങനെ ചെയ്താൽ അൻ തഹ്ബത അഅ്മാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. അങ്ങനെ കർമ്മം നിഷ്ഫലമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത്. വ അൻതും ലാ തഷ്ഉറൂൻ, നിങ്ങളറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള സംസാരത്തിൽ, പ്രവാചകൻ്റെ സന്നിധിയിലുള്ള സംസാരത്തിൽ ശബ്ദമുയർത്തരുത്. വിശ്വാസികളെ അള്ളാഹു വീണ്ടും വിളിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ കൂടി നൽകുകയാണ് ചെയ്യുന്നത്. രണ്ട് സന്ദർഭത്തെയാണ് ഈ ആയത്ത് നമ്മോട് നിർദ്ദേശിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്തരുത് എന്നതാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ മര്യാദയോടുകൂടെ ബഹുമാനത്തോടുകൂടെ സംസാരിക്കണം. സാധാരണ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിലാവരുത് പ്രവാചകനോടുള്ള നിങ്ങളുടെ സംസാരം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ വിരോധിച്ചുകൊണ്ട് നമ്മോട് പറയുന്നത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ഇമാം ബുഖാരിയും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബനൂ തമീം ഗോത്രക്കാർ വന്നു. ആ ഗോത്രവിഭാഗം പ്രവാചകനെ സന്ദർശിക്കാൻ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം അവരുടെ സംഘത്തിന്, ഗോത്രത്തിന് ഒരു അമീറായി ഒരാളെ നിശ്ചയിക്കേണ്ടതുണ്ട്. ആരെയാണ് അമീർ ആക്കേണ്ടത്? ഈ വിഷയത്തിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും രണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീരിൽ കഅ്കാ ഇബ്നു മഅബദ്, കഅ്കാ ഇബ്നു മഅബദിനെ അമീറാക്കുക എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ അമീരിൽ അഖ്റഅ ഇബ്നു ഹാബിസ്, ആ ഗോത്രത്തിലെ തന്നെ പ്രമുഖനാണ് അഖ്റഅ ഇബ്നു ഹാബിസ്, അദ്ദേഹത്തെ നിങ്ങൾ അമീറാക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. ഫഖാല അബൂബക്കർ, ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറത്ത ഇല്ലാ ഖിലാഫി, ഞാൻ പറഞ്ഞതിന് എതിർക്കുകയല്ലാതെ, എതിര് പറയുകയല്ലാതെ നിനക്ക് മറ്റൊരുദ്ദേശവുമില്ലല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു.
അപ്പോൾ ഉമർ അള്ളാഹുവിന് പറഞ്ഞു, മാ അറത്തു ഖിലാഫക്, താങ്കളെ എതിർക്കുക, എതിരഭിപ്രായം പറയുക എന്നത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഫതമാറയ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമായി. ഹത്തർത്തഫഅത്ത് അസ്വാതുഹുമ, രണ്ടാളുടെയും ശബ്ദം ഉച്ചത്തിലായി. ഇതാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഈ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 1-ാമത്തെ ആയത്ത് മുതൽ വലൗ അന്നഹും സബറു എന്ന് വരുന്ന ആയത്തുണ്ട്, അതുവരെയുള്ള ഭാഗങ്ങൾ അവതരിച്ചത് എന്ന് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ് ചെയ്തത്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ ഉയർന്നുകൊണ്ട് സംസാരിക്കരുത് എന്നതാണ് ആദ്യം വിലക്കിയിട്ടുള്ളത്. രണ്ടാമത് വിലക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോഴും വളരെ ബഹുമാനത്തോടുകൂടെയും ആദരവോടുകൂടെയും ആയിരിക്കണം സംസാരിക്കുന്നത്. ആ സംസാരം സാധാരണ തമ്മിൽ ആളുകൾ സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ സംസാരിക്കരുത്. രണ്ട് കാര്യവും ഖുർആനോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലുള്ള അനന്തര ഫലത്തെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയോ പ്രവാചകനോട് തന്നെ ബഹുമാനം പ്രകടിപ്പിക്കാത്ത രൂപത്തിൽ സാധാരണ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്താലുള്ള അനന്തര ഫലം അൻ തഹ്ബത അഅ്മാലുകും വ അൻതും ലാ തശ്ഉറൂൻ. അൻ തഹ്ബത അഅ്മാലുകും, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് അഅ്മാൽ എന്ന ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എല്ലാ കർമ്മങ്ങളും അതിൽ ഉൾപ്പെടുമെന്നാണ്. ഏതെല്ലാം അമലുകളുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം ബഹുവചനമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാ കർമ്മങ്ങളും ഫലമില്ലാതെയായിത്തീരും. വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ ഇത്തരം ഒരു നാശം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അത്ര ഗൗരവമുള്ളൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ പോലും നിങ്ങളുടെ കർമ്മങ്ങളുടെ എല്ലാം ഫലം നഷ്ടപ്പെടാൻ മാത്രം ഗൗരവപരമായ ഒരു കുറ്റമാണ് പ്രവാചകൻ്റെ സദസ്സിലുള്ള ഉച്ചത്തിലെ സംസാരം എന്ന് അള്ളാഹുടെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലും പ്രവാചകനോടുള്ള സംസാരത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങൾ പുലർത്തേണ്ട ചില മര്യാദകളും ചിട്ടകളുമാണ് അള്ളാഹു ഇതിലൂടെ നമ്മെ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ്റേതായ ഉന്നത സ്ഥാനമുണ്ട്. ആ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവാചകനോടുള്ള പെരുമാറ്റം. ബഹുമാനവും ആദരവും അർഹിക്കുന്ന വിധം പ്രവാചകന് നൽകണം. പ്രവാചകൻ്റെ സദസ്സിൽ വെച്ച് ഉറക്കെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അപമര്യാദയാണത്. സാധാരണ ആളുകളോട് ഉച്ചത്തിൽ വർത്തമാനം പറയും പോലെ പ്രവാചകനോട് സംസാരിക്കുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്ന ബഹുമാനക്കുറവാണ്. അത്തരമൊരു സമീപനം വിശ്വാസികളായ ആളുകളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ആശയമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അറബികളിടയിൽ ഒരു സംസ്കാരമുണ്ടായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കുക എന്നതൊക്കെ ഒരു യോഗ്യതയായി കാണുന്ന ആളുകൾ അറബികൾക്കിടയിലുണ്ടായിരുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ട ബാധ്യതയുണ്ട്. അത് മനസ്സിലാക്കാതെ പെരുമാറുന്ന ആളുകളും സമൂഹത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ്റെ ഉന്നത സ്ഥാനത്തിന് അനുയോജ്യമായ വിധത്തിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സമീപനമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഇത്തരം സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ ഫലമായി കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് കോപമുണ്ടാകാനിടയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കോപമുണ്ടായാൽ
ആ ആളുകളോട് അക്കാര്യത്തോട് അള്ളാഹുവിനും കോപവും വെറുപ്പും ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായി തീരുകയും അക്കാരണത്താൽ കർമ്മങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുക, ഇതാണ് സംഭവിക്കാനുള്ളത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഖശീയത അൻ യഗ്ളബ മിൻ ദാലിക്, അക്കാരണത്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് കോപമുണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് കോപിക്കുമ്പോൾ ഫയഗ്ളബുല്ലാഹു തആല ലിഗളബിഹി, പ്രവാചകൻ കോപിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപമുണ്ടായിത്തീരുന്നു. അങ്ങനെ ഫയഹ്ബിതു അമലു മൻ അഗ്ളബഹു, പ്രവാചകനോട് കോപം കാണിച്ച ആളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചില സംസാരങ്ങൾ കൊണ്ട്, മര്യാദയില്ലാത്ത രീതിയിലുള്ള സമീപനം കൊണ്ട് കർമ്മങ്ങൾ നഷ്ടപ്പെടും എന്ന കാര്യമാണ് അദ്ദേഹം ഇതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കമാ ജാഅ ഫി സഹീഹ്, ഹദീസിൽ വന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകൾ ചില വാക്കുകൾ പറയുന്നു. ആ വാക്കിൻ്റെ മൂല്യമോ അതിൻ്റെ വിലയോ അവൻ മനസ്സിലാക്കുന്നില്ല. ചില ആളുകൾ ചില വാക്കുകൾ പറയുന്നു. ആ വാക്കുകൊണ്ടുണ്ടാകുന്ന ഗൗരവമോ നാശമോ അവൻ ആലോചിക്കുന്നില്ല. അങ്ങനെ ചില വാക്കുകളുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമ, ഒരാളൊരു വാചകം പറഞ്ഞു, ഒരു കലിമത്ത്, മിൻ സഖത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്ന ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവനാണെങ്കിലോ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കോപമുണ്ടാകുന്ന ഈ വാക്കിനെ സംബന്ധിച്ച് വലിയൊരു ഗൗരവമൊന്നും കണ്ടിട്ടില്ല. എന്ന അതിൻ്റെ അനന്തരഫലമോ ആ വാക്ക് കാരണത്താൽ അവൻ നരകത്തിൽ ചെന്ന് പതിക്കുകയും ആണ്ടുപോവുകയും ചെയ്യുന്നു. അബഅദ മാ ബൈന സമാ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അത്ര അകൽച്ച ഈ വ്യക്തി നരകത്തിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹി തആല, അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്കൊരാൾ പറയുന്നു. ആ വാക്കിന് അവനത്ര വില കൽപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാൽ യുക്തബു ലഹു ബിഹാൽ ജന്ന, ആ ഒരു വാക്കിൻ്റെ കാരണത്താൽ അവന് സ്വർഗമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആളുകൾ വിലമതിക്കാത്ത, ഗൗരവം മനസ്സിലാക്കാത്ത ചില വർത്തമാനങ്ങളുണ്ട് എന്നും ആ വർത്തമാനത്തിൻ്റെ അനന്തരഫലമായി ഒരുപക്ഷെ നരകത്തിലേക്ക് എത്തുകയോ അതിൽ ആപതിക്കുകയോ ചെയ്യുന്നു. അതല്ലെങ്കിൽ അത് ആ വർത്തമാനം മൂല്യവത്തായതുകൊണ്ട് അതിൻ്റെ ഗുണഫലമായി ഇയാൾ സ്വർഗത്തിലേക്ക് എത്തുകയോ ചെയ്യുന്നു. ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ആ മനുഷ്യൻ്റെ കർമ്മങ്ങൾ തന്നെ നിഷ്ഫലമായി പോകുന്നു. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇത്ര ഗൗരവപരമായൊരു കുറ്റമാണ് ഞാൻ ചെയ്യുന്നത് എന്നോ തൻ്റെ കർമ്മഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവോ, ഈ കാര്യങ്ങളൊന്നും അവൻ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഈ പറയുന്നതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സംസാരിക്കുമ്പോൾ, പ്രവാചകനോട് സംസാരിക്കുമ്പോൾ ഉച്ചത്തിലാവരുത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിലാണ്. അതേസമയത്ത് ഉറക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടി പ്രവാചകൻ നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഉച്ചത്തിൽ പറയുന്നതിന് വിരോധമില്ല. അത് പ്രവാചകൻ അനുസരിക്കപ്പെടേണ്ട കാര്യവും കൂടിയാണ്. ഇപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ഉച്ചത്തിൽ വിളിക്കേണ്ടതുണ്ട്. ചില ഉച്ചത്തിൽ ശബ്ദമുള്ള ചില ആളുകൾ പ്രവാചകൻ്റെ സ്വഹാബികൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ പ്രവാചകൻ അവരെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിച്ചു ഒരിക്കൽ റസൂലുള്ളാഹി. അബ്ബാസ് റളിയല്ലാഹു നല്ല ശബ്ദമുള്ള ആളാണ്. അദ്ദേഹത്തോടാണ് ചില കാര്യം വിളിച്ചു പറയാൻ വേണ്ടി പറയാറുണ്ടായിരുന്നത്. ബിലാൽ റളിയല്ലാഹു വളരെ ഉച്ചത്തിൽ ശബ്ദമുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് ബാങ്കിനെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അറിയിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുകയില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സൂചിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങൾ പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മര്യാദകളാണ് പ്രവാചകൻ്റെ സദസ്സിലും സാന്നിധ്യത്തിലും പ്രവാചകനോടുള്ള സംസാരത്തിലും മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അത്യുച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, ബഹുമാനപുരസ്സരം സംസാരിക്കുക, പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും പരമാവധി പാലിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അതല്ലാത്ത രീതിയിലുള്ള സംസാരം, സാധാരണ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയുള്ള സ്വഭാവത്തിലേക്ക് വരികയും പിന്നീടത് ശീലമായി തീരുകയും ചെയ്ത് പ്രവാചകനോടുള്ള മര്യാദയുള്ള സ്വഭാവം തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയ്ക്ക് വരാനും സാധ്യതയുണ്ട്.
ചില കാര്യങ്ങൾ ശീലമായി വരുമ്പോൾ മോശമായ ശീലങ്ങൾ വരികയും അത് അതിനേക്കാളും മോശമായിട്ടുള്ള ദുസ്വഭാവത്തിലേക്കും ചീത്ത സംസ്കാരത്തിലേക്കും എത്തുകയും അത് പതിവായി തീരുകയും ചെയ്യും. അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത്തരത്തിലും കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും മുസ്ലിം സമൂഹം പൊതുവിൽ മനസ്സിലാക്കേണ്ട മഹത്തായൊരു സംസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, ബഹുമാനിക്കുക. ആ ആദരവും ബഹുമാനവും പ്രവാചകന്റെ സദസ്സിലും പുലർത്തുക എന്നുള്ളത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ്റെ ഗുണം ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ആ സദസ്സ് നിയന്ത്രിക്കുന്ന, അവിടെ ഉപദേശം നൽകുന്നത് ആരാണോ അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സംസാരിക്കുന്നതിൽ പോലും അതിന് അച്ചടക്കത്തിന് വിരുദ്ധമായ രീതിയിൽ സംസാരങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഒരു സദസ്സിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരിയാണ് പ്രവാചകന്റെ സദസ്സിൽ പുലർത്തേണ്ട മര്യാദകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ആയത്ത് ഓതി കേട്ട ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ഹത്താ യസ്തഫിഹിമഹു, പ്രവാചകൻ ഉമറെ നീ എന്താ പറഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കണം. അത്രയും പതുങ്ങിയ സ്വരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അനുഭവങ്ങൾ ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് സ്വകാര്യ സംസാരം പറയുന്നത് പോലെയാണ് അദ്ദേഹം നബിയോട് സംസാരിക്കാറുണ്ടായിരുന്നത്. കാരണം ഈ ആയത്തിൻ്റെ പശ്ചാത്തലം പ്രഥമ ദൃഷ്ടിയ അവ രണ്ടുപേരുടെയും ഉച്ചത്തിലുള്ള സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആയത്ത് അവതരിച്ചതിൻ്റെ ശേഷം അവരെ ജീവിതത്തിൽ അവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധാപൂർവം പാലിച്ചിരുന്നൊരു സംഗതിയാണ് പ്രവാചകന്റെ സദസ്സാണ്, ഇവിടെ ശബ്ദം ഉയർന്നുകൂടാ എന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് മദീന പള്ളിയിലേക്ക് രണ്ടാളുകൾ വന്ന ഒരനുഭവമുണ്ട്. ഒരാളെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ രണ്ടാളുകളെ വിളിച്ചു കൊണ്ടുവരാൻ. അവരെ വിളിച്ചു കൊണ്ടുവന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഞങ്ങൾ ത്വായിഫുകാരാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അവരോട് പറഞ്ഞത്, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയാണിത്. ഈ പള്ളിയിൽ വെച്ചാണോ നിങ്ങൾ ഉച്ചത്ത് സംസാരിക്കുന്നത്? നിങ്ങൾ ഇന്ന് നാട്ടുകാരായിരുന്നുവെങ്കിൽ ലഔജഅതുകുമാ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വേദനിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുന്നത്, അതല്ലെങ്കിൽ താക്കീത് ചെയ്യുന്നത് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ബഹുമാനവും ആദരവും പ്രവാചകന്റെ പള്ളിക്കുള്ളിലും പാലിക്കണമെന്നുള്ള സന്ദേശമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇതിലൂടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനവും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ മരണാനന്തരവും പ്രവാചകനോടുള്ള ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നിലവിളിക്കുകയും ഉറക്കെ സംസാരിക്കുകയും ചെയ്യുക, ബഹളമുണ്ടാക്കുക, ഇതൊക്കെ പ്രവാചകന്റെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ചെയ്യുന്നതും കുറ്റകരമാണ് എന്ന് ഈ സമയം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തേക്ക് മാത്രമുള്ള നിർദ്ദേശമല്ല ഇത്. പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതും അത്തരത്തിൽ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പ്രവാചകന്റെ സദസ്സിലിരുന്നിരുന്ന സ്വഹാബികൾ വളരെ നിശബ്ദമായി സാഗൂതം പ്രവാചകന്റെ വചനങ്ങൾ വളരെ സശ്രദ്ധം ശ്രവിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ സദസ്സിനെ കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, വസകതന്നാസു കഅന്ന അലാ റൂസിഹിമുത് ത്വയ്ർ, ജനങ്ങൾ ശാന്തരാണ്, നിശബ്ദമായി പ്രവാചകന്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രവാചകന്റെ സദസ്സിലിരിക്കുന്ന ആളുകൾ കഅന്ന അലാ റൂസിഹിമുത് ത്വയ്ർ, പക്ഷി തലയിലിരിക്കുന്നത് പോലെയാണ്. ആ ഒരു ഉപമ സഹാബത്തിൻ്റെ സദസ്സിനെ യാഥാർത്ഥ്യമാക്കിയിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രത്തോളം ശ്രദ്ധാപൂർവം വളരെ പ്രവാചകനോടുള്ള ബഹുമാനം പാലിച്ചുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങളെ മാനിച്ചുകൊണ്ട് കേൾക്കുന്നൊരു സ്വഭാവം സഹാബത്തിനുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൻ്റെ ഒരു ചിത്രം ഈ വചനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രവാചകന്റെ കാലശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളോട്
ഇതേപോലെയുള്ള സമീപനം സഹാബികളും താബിഈങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കുന്ന സദസ്സ്, പ്രവാചകൻ്റെ ഹദീസ് ക്ലാസ് എടുക്കുന്ന സദസ്സ്, അവിടെയെല്ലാം ഈ ബഹുമാനവും ആദരവും സഹാബികളും പണ്ഡിതന്മാരും പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം പറഞ്ഞിട്ട് ആ വചനത്തിന് എതിരായി എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അവിടെ സഹാബികൾ സ്വീകരിച്ച നിലപാടുകൾ ഗൗരവപരമാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞൊരു വചനം, ഇദസ്തഅദനത അഹദകും ഇംറാത്തുഹു ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാളോട് അവൻ്റെ ഭാര്യ പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ ഫലാ യംനഅഹ, അവളെ അവൻ തടയരുത്. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ പറഞ്ഞു, ഇദൻ വല്ലാഹി അംനഅഹ, ഞാൻ എന്തായാലും തടയും, അള്ളാഹുവാണെ ഞാൻ തടയുമെന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവനിലേക്ക് തിരിഞ്ഞിട്ട് ഫശതമഹു ശതീമതൻ ലം യസ്തുമുഹ അഹദൻ ഖബ്ലഹു ഖത്തു. അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ മുമ്പ് ഒരാളെയും അദ്ദേഹം ശകാരിച്ചിട്ടില്ല. അത്രയും ഗൗരവത്തിലാണ് ശകാരിച്ചത്. സുമ്മക്കാല, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു ഇദൻ വല്ലാഹി അംനഉഹ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് നിന്നോട് പറയുക, നീ ഞാൻ അത് തടയുക തന്നെ ചെയ്യുമെന്ന് എതിരും പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ മകനെ ശകാരിച്ചിട്ടുള്ളത് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ വേറെയും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഇബ്നു സീരീൻ റഹിമഹുല്ല പ്രമുഖനായ താബിയിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ഒരു സമയത്ത് വിശദീകരിച്ചു. ആ ഹദീസ് പറഞ്ഞപ്പോൾ സദസ്സിലുള്ള മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസിൻ്റെ നേരെ വിരുദ്ധമായി പറഞ്ഞു. ഇബ്നു സീരീൻ അദ്ദേഹത്തോട് പറഞ്ഞത്, വഹദ്ദിസുക അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് നിന്നോട് പറയുന്നത്. നീ പറയുന്നു ഖാല ഫുലാൻ വ ഫുലാൻ കഥ വ കഥ, ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് നീ എന്നോട് ഇങ്ങോട്ട് എതിർത്ത് പറയുകയാണോ? വല്ലാഹി ലാ ഉകല്ലിമുക അബദ, ഇനി അള്ളാഹുവാണെ നിന്നോട് ഞാൻ സംസാരിക്കില്ല. അത്ര ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ അവരെയൊക്കെ കണ്ടിരുന്നത്. പ്രവാചകൻ്റെ ഹദീസിനോട് അവർക്കുണ്ടായിരുന്ന ബഹുമാനവും ആദരവും അത്തരത്തിലായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഹദീസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവരൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒളൂ ചെയ്ത് ഭംഗിയായി ഒരുങ്ങുന്നത് പോലെ ഹദീസ് പഠിപ്പിക്കാൻ ഒരുങ്ങിയിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖത്താദ, ജാഫർ ബിൻ മുഹമ്മദ്, മാലിക് ബിൻ അനസ്, അഅ്മശ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം, അവരൊക്കെ ഒളൂ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞിരുന്നത് എന്നാണ്. ദുറാർ ബിൻ മുറ റഹിമഹുല്ലാഹ് പറയുന്നു, കാനൂ യക്റഹൂന അൻ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വുളൂഇൻ, വുളൂ ഇല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയാൻ അവർക്കൊക്കെ വെറുപ്പായിരുന്നു. അതുകൊണ്ട് അവർ വുളൂ ചെയ്തിരുന്നു എന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അബൂ സലമത്ത് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ അറാദ അൻ യുഖ്രിജ യുഹദ്ദിസ്, ഇദാ അറാദ അൻ യഖ്റുജ യുഹദ്ദിസു, ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ തവല്ലഅ വുളൂഅഹു ലിസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്യും. വലബിസ അഹ്സന സിയാബിഹി, നല്ല വസ്ത്രം ധരിക്കും. വലബിസ കലൻസുവത്തൻ, തൊപ്പി ധരിക്കും. വമശത്ത ലഹയ്യത്തുഹു, താടിയൊക്കെ ചീകി വൃത്തിയാക്കും. ഫഖീല ലഹു ഫീ ദാലിക്, ഇതിനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉവക്കിറു ബിഹി ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ ഹദീസിനോടുള്ള ബഹുമാനമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രവാചകൻ ഹദീസുകൾ ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്നത് പോലെ പ്രവാചകൻ്റെ കാലശേഷം പ്രവാചകൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന സദസ്സിലും ഇത്തരത്തിലുള്ള മര്യാദകൾ
പ്രവാചകനോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് പണ്ഡിതന്മാരായ ആളുകൾ സ്വീകരിച്ചിരുന്നു എന്നാണ്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം സുഖമില്ലാതെ കടന്ന സമയത്ത് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയും, എന്നെ ഇരുത്തൂ എന്ന് പറയും. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ പിടിച്ചിരുത്തും. ഇരുത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹം പറയുക. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, വാന മുൽത്തജിവൻ, ഞാൻ കിടന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസ് പറയുന്നത് ശരിയല്ലല്ലോ, പ്രവാചകൻ്റെ ഹദീസിനെ ഞാൻ തഅലീം ചെയ്യണമല്ലോ, ബഹുമാനിക്കണമല്ലോ. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഹദീസിനോട് അവർ പുലർത്തിയിരുന്ന ബഹുമാനവും ആദരവും ഇത്തരത്തിലായിരുന്നു എന്നുള്ളത്. കാരണം പ്രവാചകൻ്റെ വചനമാണത്. ആ വചനങ്ങളോടും ചില മര്യാദകളും ബഹുമാനമൊക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും അതവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഈ ചരിത്രങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല, ഇതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എന്നതുപോലെ പ്രവാചകൻ്റെ ഹദീസ് പറയുന്ന സദസ്സിലും പാലിക്കുവാൻ വേണ്ടി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ മഹദി റഹിമഹുല്ല, അബ്ദുറഹ്മാൻ ബിൻ മഹദി എന്ന് പറയുന്നത് ബസ്രയിലുള്ള പ്രമുഖ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ്. ഇമാം അഹ്മദ് ഹംബലിൻ്റെയൊക്കെ ഗുരുനാഥനാണ് അദ്ദേഹം. അത്രയും പ്രമുഖനായ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇദാ ഖറഅ ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറൽ ഹാദിരീന ബിസുകൂത്ത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ സദസ്സിലുള്ളവരോട് അദ്ദേഹം സുക്കൂത്ത്, മൗനമായിരിക്കാൻ വേണ്ടി പറയും. വഖാൽ, എന്നിട്ട് അദ്ദേഹം ഖുർആനിൻ്റെ ഈ ആയത്തോതും, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ മീതെ നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞ ഈ ഹുജറാത്തിലെ ആയത്തോതിക്കൊണ്ട് അദ്ദേഹം ആളുകളോട് പറയും, പ്രവാചകൻ്റെ വചനമാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ശാന്തരാകണം, മൗനമായി ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് അദ്ദേഹം ആളുകളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായിരുന്നത് പോലെ പ്രവാചകൻ്റെ കാലശേഷം പ്രവാചകൻ്റെ വചനങ്ങളോടും ഈ ബഹുമാനവും ആദരവും പാലിക്കണം, ഉൾക്കൊള്ളണമെന്ന് പൂർവികരായ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പ്രവാചകൻ്റെ പള്ളിയിലും ആ അച്ചടക്കവും മര്യാദയും ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കിയിരുന്നു എന്ന വസ്തുതകളാണ് ഇതൊക്കെ നമ്മെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പരാമർശിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇന്ന് പ്രവാചകൻ്റെ വചനങ്ങളോട് അത്തരത്തിലുള്ളൊരു ബാധ്യത നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്.